അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് മുസ്ലിം സമൂഹം നിരവധി പാർട്ടികളും വിഭാഗങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഭാഗവും അവകാശപ്പെടുന്നത് അവരാണ് സത്യത്തിൻ്റെ ആളുകളെന്നും അവരുടെ കൂടെ കൂടുന്നവർ മാത്രമേ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുമാണ്. സ്വാഭാവികമായും ഈ അവകാശവാദം ഒരു നിഷ്പക്ഷ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. കാരണം ഓരോ വിഭാഗവും അത് പറയുമ്പോൾ ഏത് വിഭാഗത്തിൻ്റേതാണ് ശരി, ഏത് വിഭാഗത്തിൻ്റെ കൂടെ കൂടിയാലാണ് പരലോകം സുരക്ഷിതമാവുക എന്ന ചോദ്യം അവൻ്റെ മനസ്സിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഓരോരുത്തരും അവരവരുടെ കഴിവുകളും അറിവുകളും വെച്ച് ചിന്തിക്കുകയും പരിശോധിക്കുകയും കൂടുതൽ സുരക്ഷിതമായ ശരിയായ വഴി കണ്ടെത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. കാരണം ഈ ലോകത്ത് നമുക്കെല്ലാം ഒരു ജീവിതമേ ഉള്ളൂ. ഇത് അവസാനിക്കുന്നതോടുകൂടി പരലോകം സംജാതമാവുകയാണ്. ഇവിടെ നാം ചെയ്തതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാകും. ആ സന്ദർഭത്തിൽ വ്യക്തവും കൃത്യവുമായ മറുപടി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പരാജിതരുടെ ഗണത്തിലായിരിക്കും നാം ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി സൂക്ഷ്മത പാലിക്കുകയും അള്ളാഹുവിൻ്റെ ശരിയായ ദീൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യൽ നാം ഓരോരുത്തർക്കും അനിവാര്യം. ഈ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. യഥാർത്ഥ സുന്നി അവനാണ് യഥാർത്ഥ മുസ്ലിം. ആരാണ് യഥാർത്ഥ സുന്നി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അവിടുത്തെ അനുചരന്മാർ എങ്ങനെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നുവോ അത് മനസ്സിലാക്കി തദടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സുന്നി അഥവാ യഥാർത്ഥ മുസ്ലിം. ഈ യാഥാർത്ഥ്യം പൊതുവെ അംഗീകരിക്കപ്പെടുന്നതാണ്. പക്ഷേ വിഭജനം വരുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലും വിശദീകരണങ്ങളിലും കാഴ്ചപ്പാടുകളിലുമാണ്.
പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ടത്, അവൻ മനസ്സിലാക്കേണ്ടത്, സത്യമെന്ന് പൂർണ്ണബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യലാണ് ബുദ്ധി. സംശയത്തിൻ്റെ അംശമുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെക്കുകയും ഉറപ്പുള്ളതിനെ സ്വീകരിക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥ സുന്നിയുടെ, യഥാർത്ഥ മുസ്ലിമിൻ്റെ ചിന്ത. ഇതായിരിക്കണം യഥാർത്ഥ മുസ്ലിമിൻ്റെ അഥവാ സുന്നിയുടെ ചിന്ത. ഒരു ചെറിയ ഉദാഹരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കാം. അതിയായ ദാഹമുള്ള ഒരു വ്യക്തി അല്പം ജലം ആവശ്യപ്പെട്ട് നമ്മെ സമീപിക്കുന്നു. നാം 2 പാത്രങ്ങളിൽ പാനീയം നിറച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്നു. ആർത്തിയോടെ വെള്ളം കുടിക്കാൻ തയ്യാറെടുക്കുന്ന അദ്ദേഹത്തോട് നാം പറയുന്നു, വെള്ളമെടുക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം ഉണർത്താനുണ്ട്. 1-ാമത്തെ പാത്രത്തിലുള്ളത് ഒന്നും കലരാത്ത ശുദ്ധജലമാണ്. 2-ാമത്തെ പാത്രത്തിലുള്ളതാകട്ടെ മുന്തിയ ഇനം പഴത്തിൻ്റെ ജ്യൂസാണ്. പക്ഷേ ഒന്നുണ്ട്, അതിൽ അല്പം വിഷാംശം കലർന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ ജീവനെ അപകടത്തിലാക്കും. ഇല്ലെങ്കിൽ നല്ല രുചിയുള്ളതും ആരോഗ്യദായകവുമാണത്. ചിന്തിക്കുക, ഇവിടെ ഏത് പാത്രത്തിലെ പാനീയമായിരിക്കും ആഗതൻ കുടിക്കുക? മറുപടി ലളിതം, 1-ാമത്തെ പാത്രത്തിലെ ശുദ്ധജലമായിരിക്കും അദ്ദേഹം കുടിക്കുക. കാരണം 2-ാമത്തെ പാത്രത്തിലെ പാനീയത്തിൽ വിഷാംശമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടാകും. ഭൗതിക വിഷയത്തിൽ നാം പുലർത്തുന്ന സൂക്ഷ്മതയാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്നത്. ജീവൻ അപകടത്തിലായേക്കുമെന്ന് നേരിയ സംശയമുള്ള വസ്തു അതെത്ര മാധുര്യമുള്ളതാണെങ്കിലും ഉപയോഗിക്കാൻ നാം തയ്യാറല്ല. കാരണം ആ നേരിയ സംശയമെങ്ങാൻ യാഥാർത്ഥ്യമായാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് നാം ഭയക്കും. എന്നാൽ ആത്മീയ വിഷയത്തിൽ ഈ ഭയവും സൂക്ഷ്മതയും നമുക്കുണ്ടോ? പരലോക നന്മ ലക്ഷ്യം വെച്ച് നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി കുറ്റകരമാകാൻ സാധ്യതയുള്ളതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ വാദിച്ച് തോൽപ്പിച്ച് ആ കാര്യം ഉപേക്ഷിക്കുന്നതിൽ പ്രത്യേക കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും പൂർവോപരി ഊർജ്ജസ്വലതയോടെ ചെയ്യാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചല്ലേ നാം ചിന്തിക്കുന്നത്. അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പക്ഷപാതരഹിതമായ ഒരു എളിയ ശ്രമം പോലും നാം നടത്താറുണ്ടോ? അഥവാ അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയായാൽ എൻ്റെ എന്നേക്കുമുള്ള ജീവിതം പരാജയത്തിന് അത് കാരണമായേക്കുമെന്ന ചിന്തയോ ഭയമോ നമുക്കുണ്ടാകാറുണ്ടോ? ഇല്ല. എത്ര അപകടകരമാണ് ഈ സ്ഥിതിവിശേഷം. ആകയാൽ ഈ നിലപാട് നാം മാറ്റണം. അനിസ്ലാമികത ആരോപിക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് പക്ഷപാതരഹിതമായ പരിശോധന നടത്താൻ നാം തയ്യാറാകണം. ആ പരിശോധന കൃത്യമായ ഫലം നമുക്ക് നൽകുന്നില്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കണം. ഭൗതിക വിഷയങ്ങളിൽ നാം കാണിക്കുന്ന സൂക്ഷ്മത അല്പവും കുറയാതെ ആത്മീയ വിഷയങ്ങളിലും നാം കാണിക്കണം. പരലോക വിജയം സുനിശ്ചിതമാക്കാൻ ഇതുവഴി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രവാചകൻ പറയുന്നത് കാണുക, ദർ മാ യരീബുക ഇലാ മാ ലാ യരീബുക ഫൈന സ്സുദ്ഖ തുമഇനീനത്തുൻ വൈനൽ കദിബ റീബത്തുൻ. നിന്നെ സംശയിപ്പിക്കുന്നതിനെ നീ ഉപേക്ഷിക്കുക. നിനക്ക് ഉറപ്പുള്ളത് മാത്രം
നീ അനുഷ്ഠിക്കുക. എത്ര കൃത്യമാണ് പ്രവാചകൻ്റെ ഉപദേശം. ഈ ലോകം ഒരിക്കൽ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്നതുകൊണ്ട് തന്നെ ഉറപ്പായ കാര്യങ്ങൾ മാത്രം, മതത്തിൻ്റേതാണ്, ദീനിൻ്റേതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം അനുഷ്ഠിക്കുകയും സംശയമുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ മാറ്റി നിർത്തുകയും വേണം എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം ചെയ്താൽ അത് കുറ്റകരമായേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അത്തരം കാര്യങ്ങളെ വിട്ട് കൃത്യവും വ്യക്തവുമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടവ മാത്രം നിങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് പ്രവാചകൻ ഈ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സംശയമുള്ളതിനെ മാറ്റി നിർത്തി സംശയമില്ലാത്തതിനെ നീ ഉൾക്കൊള്ളുക. സത്യം അതാണ് മനസ്സമാധാനം നൽകുന്നത്. വൈനൽ കദിബരീബ, വ്യാജമായത് നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മറ്റൊരു വചനത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഅന്നഹു മാ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ അദ്ദു അലൈഹ ബിന്നവാജിദി വഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല. എനിക്കുശേഷം ജീവിച്ചിരിക്കുന്നവർ ധാരാളം ഭിന്നതകൾ ദർശിക്കും. അന്നേരം നിങ്ങൾ എൻ്റെയും എൻ്റെ സന്മാർഗികളായ പിൻഗാമികളുടെയും ചര്യ മുറുകെ പിടിക്കുക. മതത്തിൽ പുതുതായി ചേർക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം മതത്തിൽ പുതുതായി ചേർക്കപ്പെടുന്ന കാര്യം വഴികേടാണ്. ഈ നബിവചനത്തിൽ നിന്നും നിലാവെളിച്ചം പോലെ വ്യക്തമാകുന്ന കാര്യം ഇതാണ്: വിശ്വാസകാര്യങ്ങളിലോ ആചാരാനുഷ്ഠാനങ്ങളിലോ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുമ്പോൾ പ്രവാചക ചര്യയിൽ വ്യക്തമായും കൃത്യമായും ദർശിക്കപ്പെടുന്നവയെ മാത്രം നിങ്ങൾ അംഗീകരിക്കുക. അല്ലാത്തവയെ വിമർശിച്ചോ അനുഷ്ഠിച്ചോ സമയം പാഴാക്കാതിരിക്കുക.